വളരെ സമ്പന്നമായൊരു ഭാഷയാണ് മലയാളം. സംസ്കൃതത്തെക്കാൾ വർണ്ണങ്ങളുണ്ട് ഇല്ലേ? സംസ്കൃതത്തെക്കാൾ അക്ഷരങ്ങളില്ലേ മലയാളത്തില്? ഉണ്ടോ? ഇല്ല? ഉണ്ട്. സംസ്കൃതത്തിൽ നമ്മൾ ഏത് ലിപിയാ ഉപയോഗിക്കുന്നത്? ദേവനാഗരി. അപ്പൊ ദേവനാഗരി ലിപിയിൽ ഉള്ളതിനേക്കാൾ ലിപികൾ കൂടുതൽ ഏതിലുണ്ട്? മലയാളത്തിലുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ഉപയോഗിച്ച് മലയാളത്തിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കി ശുദ്ധമായി ഭാഷ പ്രയോഗിക്കണം. അതുപോലെ എല്ലാ ഭാഷകളും ശുദ്ധമായി പറയണം. ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പല മക്കളും ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞോണ്ടാ പറഞ്ഞ്. അപ്പം എന്താ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞൂടെ? എനിക്ക് നല്ല ഇഷ്ടമായി, നന്നായിരുന്നു. പിന്നെ വേറെ ആരോ പറഞ്ഞു അടിപൊളിയാണെന്ന്. എന്താ ഈ അടിപൊളി എന്ന് പറഞ്ഞാൽ? അടിച്ചു പൊളിക്കുക. ഇവിടെ എന്താ നിങ്ങൾ പൊളിച്ചത്? ഇവിടെ വല്ലതും പൊളിച്ചോ? ഇവിടെ ഒന്നും പൊളിക്കരുതേ. അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ മഹാ അപകടമല്ലേ? അടിച്ച് ഞാൻ നിന്റെ പുറം പൊളിക്കുന്നൊക്കെ പറയും, ദേഷ്യം പിടിച്ചു അല്ലേ? പറയില്ലേ? അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ മഹാ അപകട. വേണ്ടി വന്ന് അടിച്ചു പൊളിക്കേണ്ടി വരും. എങ്കിലും അത് ആദ്യം തന്നെ അങ്ങോട്ട് പറയണ്ട. അപ്പൊ ഭാഷ എപ്പോഴും ശുദ്ധാവണം, അത് ശ്രദ്ധിക്കുക.